നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോലാനിയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് കെയർ ആയുർവേദിക് ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിൽ മോഷണവും മോഷണശ്രമവും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് വ്യാപാരികൾ. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്താൻ തീരുമാനമായി. ആചാരം മാത്രമായി വെടിക്കെട്ടില്ലാതെ പൂരം നടത്താമെന്ന സർക്കാർ നിർദ്ദേശത്തെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തുള്ള ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സമുച്ചയത്തിൽ ഗസ്റ്റ് ഹൌസ് പഠനവും ഗവേഷണ കേന്ദ്രവും ഉദ്ഘാടനവും ചെയ്തു. ഗസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമനും നിർവഹിച്ചു. ഓർവോടം പെരുന്നാളിനോടനുബന്ധിച്ച് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തപ്റ്റിൽ പന്തിപ്പിക്കൽ കുർബാന അർപ്പിച്ച് വജ്ര സന്ദേശം നൽകി. തുടർന്ന് മങ്ങാട്ടുകവല കപ്പേളയിലേക്ക് പ്രദക്ഷിണവും സമാപന ആശീർവാദവും നേർച്ചയും നടന്നു. വാർത്തകൾ വിശദമായി. കോലാനിയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് കെയർ ആയുർവേദിക് ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. തിരക്കഥാകൃത്ത് പോൾസൺ സ്കറിയ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. കോലാനിയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് കെയർ ആയുർവേദിക് ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയവയ്ക്കുള്ള പീഡിയാട്രിക് പ്രോഗ്രാമുകളും സമഗ്ര ചികിത്സയും നൽകുന്ന സ്ഥാപനമാണ് ലൈഫ് കെയർ. പൊതുജനത്തിന് ഓട്ടിസം ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് കെയർ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. തിരക്കഥാകൃത്ത് പോൾസൺ സ്കറിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ ആഷിഖ് സലീം, ലൈഫ് കെയർ മാനേജർ ഗൗതം റിജി, ഫിസിയോതെറാപ്പിസ്റ്റ് അനന്തു ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിൽ മോഷണവും മോഷണശ്രമവും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് വ്യാപാരികൾ. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്നും മോഷ്ടാക്കളെ കണ്ടെത്തുവാൻ പോലീസ് നൈറ്റ് പട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ആവശ്യപ്പെട്ടു. അടിവാട് ടൗണിലെ പല കടകളിലും സമീപത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV തകർത്താണ് മോഷണങ്ങൾ നടത്തിയത്. ഇതോടൊപ്പമാണ് ടൗണിലെ റാസി മൊബൈൽസിൽ കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതാണ് മോഷണം നടക്കാതെ പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ഇവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്നും മോഷ്ടാക്കളെ കണ്ടെത്തുവാൻ പോലീസ് നൈറ്റ് പട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ആവശ്യപ്പെട്ടു. ടൗണിലും പരിസര പ്രദേശങ്ങളിലും മോഷണവും മോഷണശ്രമവും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാര മേഖല വളരെ കടുത്ത പ്രതിസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ ദിവസം റാസ് മൊബൈൽസ് ആൻഡ് ബുക്ക് സ്റ്റാളിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ഷട്ടറുള്ളത്. ബാക്കിൽ മോഷണശ്രമം നടന്ന് പൂട്ട് പൊളിക്കാൻ ശ്രമിക്കുകയും ഒരു മാസം മുൻപ് മണ്ടോത്തിൽ സ്റ്റോഴ്സിൽ ഒരു മോഷണം നടന്ന് 3000 രൂപ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൻ്റെ അകത്ത് കയറി കൃഷ്ണൻ്റെ മുഖം മറിക്കുന്നൊരു സാധനമുണ്ട്, മുഖം മൂടി.
അത് 40,000 50,000 വില വരുന്ന സാധനം അതും മോഷണ ശ്രമം നടത്തി അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. വ്യാപാര മേഖലയെല്ലാം വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് മോഷണം തടയേണ്ടത് അധികൃതരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടും ഇതുവരെ അതിനൊരു നടപടി എടുക്കുകയോ ഒന്നും ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അധികൃതരോട് പറയാനുള്ളത് രാത്രി കാലങ്ങളിൽ ഒരു പെട്രോൾ സംവിധാനം അടിവാട് ഉണ്ടാക്കിക്കൊണ്ട് മോഷണ ശ്രമങ്ങളിൽ നിന്നും വ്യാപാരികളെ സംരക്ഷിക്കുന്നതിനും എല്ലാം ഒരു നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എൻ്റെ കടയുടെ പിറകുഭാഗത്തുള്ള ഷട്ടർ കുത്തിപ്പൊളിക്കാനുള്ള ഒരു മോഷണ ശ്രമം നടന്നു. ശക്തമായ പൂട്ടുള്ളത് കൊണ്ട് അത് പൊളിക്കാൻ സാധിച്ചില്ല. എന്നാലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പകലും രാത്രിയിലുമായി പലതരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുട്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്താൻ തീരുമാനമായി. ആചാരം മാത്രമായി വെടിക്കെട്ടില്ലാതെ പൂരം നടത്താമെന്ന സർക്കാർ നിർദ്ദേശത്തെ പാറേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. കുടമറ്റം 15 മിനിറ്റ് ആയി കുറയ്ക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്താൻ തീരുമാനം. ആചാരം മാത്രമായി വെടിക്കെട്ടില്ലാതെ പൂരം നടത്താമെന്ന സർക്കാർ നിർദ്ദേശത്തെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. കുടമാറ്റം 15 മിനിറ്റായി കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 10 കുടകൾ മാത്രമായിരിക്കും മാറ്റുക. വ്യാഴാഴ്ച രാവിലെ തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. വെടിക്കെട്ടിന് പകരം ഖജന പൊട്ടിക്കും. എന്നാൽ ആനകളുടെ എണ്ണത്തിലും മേളത്തിലും വ്യത്യാസമുണ്ടായിരിക്കുകയില്ല. തിരുവമ്പാടി ദേവസ്വം ഇന്ന് കാലത്ത് കൂടിയ മീറ്റിങ്ങിലും ഇന്നലെ ഭരണസമിതി കൂടിയ മീറ്റിങ്ങിലും വളരെ വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. 24-ാം തീയതി വരെ ദുഃഖാചരണമായിട്ട് നമ്മൾ ഗോപുരത്തിലെ ലൈറ്റുകളോ പന്തലിലെ ലൈറ്റുകളോ നമ്മൾ സ്ട്രീറ്റിലിട്ടിട്ടുള്ള നമ്മുടെ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളോ ഒന്നും തന്നെ നമ്മൾ എടുത്തില്ല. ഒരു 24-ാം തീയതി വരെ നമ്മളൊരു ദുഃഖാചരണമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാൽ പറയെടുപ്പ്, ഗൃഹങ്ങളിലേക്ക് ഭഗവതി പോയിട്ടുള്ള പറയെടുപ്പ് നമ്മൾ നടത്തും. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25-ാം തീയതി ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ 25-ാം തീയതി തേക്കിൻകാട് മൈതാനിയിലെ നമ്മുടെ ആനകളെയെല്ലാം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകളെയെല്ലാം നിരത്തി അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക പ്രദർശനം നമ്മളവിടെ നടത്തും. വെറും ആചാരങ്ങൾ മാത്രമാക്കണം എന്നുള്ളത് ആ ഒരു ഇതിലാണ് എല്ലാവരും സംസാരിച്ചത്. അതിനോട് ദേവസ്വങ്ങളും ഒത്തുചേർന്ന് ആർഭാടം, ഈ പൂരത്തിൻ്റെ ആർഭാടങ്ങളാണ് ഈ വെടിക്കെട്ടും കുടമാറ്റവും. വെടിക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കുടകളുടെ എണ്ണവും കാര്യമായിട്ട് പിടിക്കും. പതിവ് പോലെ 15 ആനകളെ ഇരു ദേവസ്വവും അണിനിർത്തും. ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനായി സാമഗ്രികൾ ഒരുക്കിയിരുന്ന വെടിക്കെട്ട് പൊറിക്കാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത്. അപകടത്തിൽ 14 പേർ കൊല്ലപ്പെട്ടിരുന്നു. മാരകമായി പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇരട്ടിയാർ നോർത്ത് ശ്രീദുർഗ ദേവീ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന തിരുവുത്സവം സമാപിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി TS സജി ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജ കർമ്മങ്ങൾ നടത്തിയത്. ഇരട്ടിയാർ നോർത്ത് ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷങ്ങൾ നടത്തിയത്. നോർത്ത് NSS കരയോഗ മന്ദിരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി TS സജി ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജാ കർമ്മങ്ങൾ നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് AS രാജേഷ്, വൈസ് പ്രസിഡന്റ് TG പ്രഭാകരൻ, സെക്രട്ടറി രാജൻ ദാമോദരൻ, VG പുരുഷോത്തമൻ, രാജേഷ് തെക്കേ പൊയ്കൽ, TS ഗോപാലകൃഷ്ണൻ, അശ്വിൻ രാജേഷ്, മനു KK, ശോഭന പ്രഭാകരൻ, രമണി കുഞ്ഞുമോൻ, ആശാ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്തുള്ള ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സമുച്ചയത്തിന്റെ ഗസ്റ്റ് ഹൗസ് പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഗസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമനും നിർവഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ S സജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ സ്വാഗതവും പറഞ്ഞു. തിരുവനന്തപുരത്ത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഏറെ സൗകര്യപ്രദമായി ഗസ്റ്റ് ഹൗസിന്റെ പ്രവർത്തനം മാറുമെന്ന പ്രതീക്ഷയിലാണ് ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ.
സിവിൽ സർവീസിനെ കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റുവാനും മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരാനും ഗൗരവതരമായ ചർച്ചകൾ അനിവാര്യമായ ഘട്ടമാണ് ഇത്. അത്തരം ചർച്ചകൾക്ക് വേദിയൊരുക്കുവാനും ഗവേഷണ തൽപരതയോടെ വിവിധ വിഷയങ്ങളെ സമീപിക്കുവാനും പുതിയതായി സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് ആവശ്യമായ പരിശീലനം, സർവീസ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക, സംഘടനാ ചരിത്രവും ലക്ഷ്യവും പ്രവർത്തന പരിപാടികളും തുടങ്ങിയ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ഗവേഷണ കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ജോയിന്റ് കൗൺസിൽ ആസ്ഥാന മന്ദിരത്തിലെ ന്യൂ ബ്ലോക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഗസ്റ്റ് ഹൗസിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമാണ് നടന്നത്. ഗസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമനും നിർവഹിച്ചു. ഒരു പീരീഡ് വരെ കേരളം ചെയ്തതെന്താ? കേരളം ചെയ്തത് ബേസിക്കലി നമ്മൾ ഭയങ്കര ഇടതുപക്ഷക്കാരാണ്, വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് നമ്മൾ. സോ വി വെൻ ഫോർ 100% പ്രോ ലേബർ സ്ട്രാറ്റജി അല്ലേ? പക്ഷെ പ്രോ ലേബർ സ്ട്രാറ്റജി കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് സെറ്റപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല. ഉദാഹരണത്തിന് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഗ്ലോബൽ ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അതായത് യൂറോപ്പിൽ വന്നിട്ടുള്ള ക്യാപിറ്റലൊക്കെ പ്രതീക്ഷിക്കാത്ത തലത്തിലാണ് ക്യാപിറ്റൽ അക്യൂമുലേഷൻ ഉണ്ടാക്കിയത്, ലാഭം ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതേ സമയത്ത് തന്നെയാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിലും സോഷ്യൽ ഡെമോക്രസി സജീവമായി. കാരണം ഇതല്ല യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്ന ഒരു ആശയം, ഒരു കൗണ്ടർ കറൻസ് എന്ന പോലെ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പതഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെ ഇംഗ്ലണ്ടിൽ നടന്നു. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ മുതലാളിത്തത്തിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുമ്പോൾ സുവർണ കാലഘട്ടം, അതോടൊപ്പം തന്നെ തൊഴിലാളി യൂണിയനുകൾ, ട്രേഡ് യൂണിയൻസ്, ഇവരൊക്കെ സജീവമായി. അങ്ങനെ പറ്റില്ല, നിങ്ങൾ മാത്രം അങ്ങനെ കുറേ ഉണ്ടാക്കി കൊണ്ടുപോകാൻ സാധ്യമല്ല, ഞങ്ങൾക്കും കൂടെയുള്ള പങ്ക് ഞങ്ങൾക്ക് വേണം. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പൊളിറ്റിക്സ് പ്രോപ്പറായിട്ട് മാറുന്നതിൻ്റെ ഒരു ലാർജർ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ S. സജീവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ സ്വാഗതം ആശംസിച്ചു. നിരവധി വ്യക്തികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സൗഹൃദങ്ങളെ ഏറെ വിലമതിക്കുന്നവരും ജീവിതത്തിന്റെ ദാർശനികതയെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നവരും ആയിരിക്കണം എഴുത്തുകാരെന്ന് കവയിത്രി രവിത ഹരിദാസ്. വിവേകാനന്ദ മുനമ്പത്തെ മരണവീട്ടിൽ വന്ന ദൈവം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രവിത ഹരിദാസ്. യോഗത്തിൽ P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. സൗഹൃദങ്ങളെ ഏറെ വിലമതിക്കുന്നവരും ജീവിതത്തിന്റെ ദർശനീയതയെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നവരുമായിരിക്കണം എഴുത്തുകാരെന്ന് കവയിത്രി രവിത ഹരിദാസ് അഭിപ്രായപ്പെട്ടു. വരയ്ക്കുക എന്നതും എഴുതുക എന്നതും രണ്ട് പ്രതിഭാസമല്ല. വർത്തമാനകാലത്തേക്ക് തുറന്നുവെച്ച ജാഗ്രതയുടെ കണ്ണുകൾ മാത്രം പോരാ, അനീതിക്കെതിരെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും വേണം. വിവേകാനന്ദൻ മുനമ്പത്തിന്റെ മരണവീട്ടിൽ വന്ന ദൈവം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രവിത ഹരിദാസ്. പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെയും സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന പുസ്തക പ്രകാശനം പള്ളത്താം കുളങ്ങര വെച്ചാണ് നടന്നത്. P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കവിത ബിജു, ബാബു മുനമ്പം, NS ഡെയ്സി, KS സലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കുളം തിരുനാളിനോടനുബന്ധിച്ച് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പന്തിപ്പിക്കൽ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. തുടർന്ന് മങ്ങാട്ടുകവല കപ്പേളയിലേക്ക് പ്രദക്ഷിണവും സമാപന ആശീർവാദവും നേർച്ചയും നടന്നു. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. നമ്മുടെ വിശ്വാസ സംഹിതയിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, നിതാന്ത സത്യമുണ്ട്. എന്നാണോ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീരുള്ളത്, എന്നാണോ നമ്മുടെ ഹൃദയത്തിന്റെ താഴെ മുറിവുള്ളത്, എന്നാണോ നമ്മുടെ കരങ്ങളിലും കാലുകളിലും കർത്താവ് പഞ്ചക്ഷതങ്ങൾ തരുന്നത്, അന്നാണ് നമ്മുടെ ക്രൈസ്തവ ശിഷ്യത്വം മഹത്വപൂർണമാകുന്നത്.
ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളോട് പറയാറുണ്ട്, നിങ്ങള് സങ്കടങ്ങൾ വിട്ടുപോകണമെന്നല്ല, സങ്കടങ്ങളിലെ കർത്താവിന്റെ തിരുമുഖം കാണണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. തുടർന്ന് മങ്ങാട്ടുകവല കപ്പളയിലേക്ക് പ്രദക്ഷിണവും സമാപന ആശീർവാദവും നേർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാടൻ രുചികളുടെ വൈവിധ്യവുമായി ചില്ലി ബൗൾ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പാടത്തിൽ ടൗൺ സെന്ററിൽ ആരംഭിച്ച ചില്ലി ബൗളിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. 2 വനിതാ സംരംഭകരാണ് ചില്ലി ബൗളിന് നേതൃത്വം നൽകുന്നത്. വീട്ടിൽ അതിഥികൾ എത്തുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള നെട്ടോട്ടം ഇനി മുതൽ ഒഴിവാക്കാം. നല്ല രുചിയോടെ വൈവിധ്യമാർന്ന ഭക്ഷണം ഒരുക്കി ചില്ലി ബൗൾ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ഭക്ഷണം നാടൻ രുചിയിൽ തയ്യാറാക്കിയാണ് ചില്ലി ബൗൾ വിതരണം ചെയ്യുന്നത്. ആവശ്യമുള്ളത് തൂക്കി വാങ്ങുവാൻ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ചില്ലി ബൗളിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തറണിയിൽ, CK നവാസ്, മുൻ നഗരസഭാ കൗൺസിലർ നീനു പ്രസാദ്, സൽജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് രാവിലെ 11 മണി മുതൽ വൈകിട്ട് വരെ ആവശ്യാനുസരണം തൂക്കി വിൽക്കുന്നതാണ്. അത് സാധാരണക്കാരായ ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിജയാശംസ. രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് ചില്ലി ബൗളിന്റെ പ്രവർത്തന സമയം. അപ്പം, ചപ്പാത്തി, വിവിധ ബീഫ് വിഭവങ്ങൾ, ചിക്കൻ വിഭവങ്ങൾ, പോർക്ക് വിഭവങ്ങൾ, വിവിധതരം ബിരിയാണികൾ, മീൻകറികൾ, കപ്പ വിഭവങ്ങൾ തുടങ്ങി ധാരാളം വിഭവങ്ങളാണ് ചില്ലി ബൗളിൽ ലഭിക്കുക. നല്ല രുചിയോടെ ഏറ്റവും മികച്ച ഗുണനിലവാരത്തിൽ കുറഞ്ഞ വിലയിലാണ് ചില്ലി ബൗളിൽ ഓരോ ഭക്ഷണവും തയ്യാറാക്കിയിരിക്കുന്നതെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നും മാനേജ്മെന്റ് പറഞ്ഞു. ചില്ലി ബൗൾ എന്ന പേരിലാണ് ഞങ്ങൾ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നാടൻ രുചികളോടുകൂടി ഞങ്ങൾ തന്നെ കഴിക്കുന്ന, ഞങ്ങൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന, ഞങ്ങളുടെ ടേസ്റ്റിലുള്ള നല്ല നാടൻ രുചിയോടുകൂടിയ ഫുഡ് ഐറ്റംസുകളാണ് ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഓരോന്നും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാശിനും തക്ക വിധത്തിൽ തൂക്കത്തിന് ഓരോ കിലോയ്ക്ക് ഇത്ര ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്ന രീതിയിൽ ഗ്രാം കണക്കും നിങ്ങൾക്ക് തൂക്കി മേടിക്കാവുന്ന ഒരു സംരംഭമാണ് ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. സ്പെഷ്യലായിട്ടുള്ളത് ഞങ്ങളുടെ ചെമ്പരത്തി ജ്യൂസ്, പിന്നെ ഇഞ്ചിക്കറി, ലെമൺ ഡേയ്സ് അച്ചാറ്, ബീഫ്, ഫിഷ് അച്ചാറുകൾ, അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ, ചിക്കൻ ബിരിയാണി, ചിക്കൻ റോസ്റ്റ്, ചില്ലി ചിക്കൻ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈ, പോർക്ക് ചില്ലി, പിന്നെ ഉണക്ക ഇറച്ചി, അങ്ങനെയുള്ള വിവിധ ഐറ്റംസുകളോടുകൂടി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറും കറികളും അതും ഞങ്ങൾ പ്രിപ്പയർഡാക്കി ഈ ഷോപ്പിൽ തരുന്നതായിരിക്കും. എല്ലാവരുടെയും സന്നദ്ധ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ എന്നാൽ വ്യക്തികളിലെ പ്രസംഗ പരിശീലനം, നേതൃപാഠവം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 100 വർഷം മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിൽ തുടങ്ങിയ ഒരു മഹാപ്രസ്ഥാനമാണ്. ഇന്ന് ഏതാണ്ട് 130-ലധികം രാജ്യങ്ങളിൽ അതിൻ്റെ ശാഖകൾ പടർന്നു പന്തലിച്ചു. 1000-ലധികം ക്ലബ്ബുകളിലായി 100,000-ലധികം അംഗങ്ങൾ അതിൻ്റെ ഫലം ഉൾക്കൊള്ളുന്നു. നമ്മുടെ കേരളത്തിലും ധാരാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബുകളുണ്ട്. പക്ഷേ നമ്മുടെ ഇടുക്കിയിൽ ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ, അത് തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തൊടുപുഴയിലെ യുവജനങ്ങൾക്കായി ഈ മെയ് മാസം 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗ കലയിൽ പ്രാവീണ്യം നൽകുവാൻ, പ്രാപ്തരാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിനു വേണ്ട എല്ലാ ഗൈഡൻസും പ്രാക്ടിക്കൽസും ഒരുപാട് വിദഗ്ധരായ ആളുകൾ നൽകുന്നു. സീറ്റുകൾ പരിമിതമാണ്. നിങ്ങളുടെ മക്കളെ വ്യക്തിത്വ വികസനത്തിനും നേതൃപാഠവും വർദ്ധിപ്പിക്കുന്നതിനും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിച്ച് നല്ല പ്രസംഗകരാക്കി തീർക്കുന്നതിനും നിങ്ങളുടെ മക്കളെ അയക്കുക. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. മരുന്നും ഹെൽത്ത് ചെക്കപ്പും മറ്റു ടെസ്റ്റുകളും ആശങ്കകളില്ലാതെ ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘത്തിൽ നിന്നും. ആരോഗ്യ സേവന രംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം നീതി സ്കാനിംഗ് സെന്റർ. ക്യാൻസർ സാധ്യതാ പഠന സൗകര്യം ഉൾപ്പെടെ എല്ലാവിധ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾക്കും 15% മുതൽ 20% വരെ ഡിസ്കൗണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ലാബിൽ
കൃത്യതയാർന്ന ടെസ്റ്റ് റിസൾട്ടുകൾ അതിനൂതന മെഷീനറികളാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകുന്നു. എല്ലാ ടെസ്റ്റുകൾക്കും 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നീതി മെഡിക്കൽ സ്റ്റോർ വഴി എല്ലാ മരുന്നുകൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 14% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. ഏത് സമയത്തും സുസജ്ജമായി നിൽക്കുന്ന 5G ICU NICU D ലെവൽ ആംബുലൻസ് സർവീസ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മെഡിക്കൽ സപ്പോർട്ടോടുകൂടി. ആംബുലൻസ് ബുക്കിംഗിനായി വിളിക്കൂ 830-101-2000, 830-101-3000. കിടപ്പ് രോഗികളായവർക്കും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നവർക്കും ആശുപത്രിയിൽ ലഭ്യമാകുന്ന എല്ലാവിധ നഴ്സിംഗ് പരിചരണവും പ്രഗത്ഭരായ നഴ്സുമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ നൽകി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം ആരംഭിച്ചിരിക്കുന്നു ഹീൽ അറ്റ് ഹോം. സ്ഥിരമായി ഡോക്ടറുടെ കൂടിയാലോചന ആവശ്യമുള്ള വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾ, ശസ്ത്രക്രിയാനന്തര പരിശോധനകൾക്കായി ഡോക്ടറെ സമീപിക്കേണ്ടവർ, ഭിന്നശേഷിക്കാർ, പ്രായമായവരും കൂടെ കൂട്ടാൻ ആരുമില്ലാത്തവരും തുടങ്ങി അടിയന്തരമല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രൊഫഷണലായി പരിശീലനം ലഭിച്ച നഴ്സിനോടൊപ്പം രോഗിയെ വീട്ടിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ മെഡി ടാക്സി സംവിധാനവും ഒപ്പം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാൽ ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം, ന്യൂമാൻ കോളേജിന് സമീപം, തൊടുപുഴ ഈസ്റ്റ്. ഫോൺ 04862 222290. മൊബൈൽ 8078 222290. താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ വിപുലമായ ശേഖരം ഒരുക്കുകയാണ് സിംപ്ലെക്സ് ഹോം സൊല്യൂഷൻ. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക് ലോക്സ്, മോഡ്യുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്യാം, WPC, PVC ബോർഡുകൾ, മൾട്ടിവുഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ദ ലോക്ക് സ്റ്റുഡിയോ, ജീസസ് ടവർ, മുതലക്കോടം. ഫോൺ 9947973577. Bien mieux qu'être mal accompagné, pas vrai? Où est ton papa? Dis-moi où est ton papa? Sans même devoir lui parler, c'est ce qui ne va pas. Ah sacré papa, dis-moi où es-tu caché? Ça doit faire au moins 1000 fois que j'ai compté mes doigts. Hey. Où t'es papa, où t'es? Où t'es papa, où t'es? Où t'es papa, où t'es? Où t'es, où t'es papa, où t'es? 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 Où t'es, où t'es papa, où t'es? Où t'es papa, où t'es? Où t'es, où t'es papa, où t'es? ജേക്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻസ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരത്തിൽ നിന്നും നിങ്ങൾക്കിണങ്ങിയ ഫാഷൻ ഡയമണ്ട് ആഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ജേക്കോ ജുവൽസിന്റെ ഈ ട്രെൻഡി സ്റ്റൈൽ വെറൈറ്റി ഡിസൈൻ ഡയമണ്ട് ശേഖരത്തിൽ നിന്നും മനം കവരും നിങ്ങളുടെ ആഭരണം കണ്ടെത്തൂ. ജേക്കോ ജുവൽസ്, തൊടുപുഴ, കോതമംഗലം, പോത്താനിക്കാട്. വീഴില്ല, കാലിൽ ലൂണാറാണ്. ലൂണാർസ്, ഉറച്ച ചുവടുകൾ, ഉത്തമ വിശ്വാസത്തോടെ. ലൂണാർസ് ഹവായ് ചപ്പൽസ്. എയർ കണ്ടീഷൻ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 31 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്രീസിംഗ് ബോർഡ് നിങ്ങൾക്കായി പുതിയ രൂപത്തിലും ഭാവത്തിലും. AC തണുക്കുന്നില്ലേ, ലീക്ക് ആണോ, എല്ലാത്തിനും പരിഹാരമുണ്ട് ഫ്രീസിംഗ് പോയിന്റ് സെയിൽസ് ആൻഡ് സർവീസിലൂടെ. ഇമ്പോർട്ടഡ് ബ്രാൻഡായ മിത്സുബിഷി ഇലക്ട്രിക്കിന്റെ ഇടുക്കി ജില്ലയിലെ ഏക ഓതറൈസ്ഡ് ഡീലറായ ഫ്രീസിംഗ് ബോയിന്റ്. ഓ ജനറൽ, പാനാസോണിക്, വോൾട്ടാസ്, ആൻസ്ട്രാഡ്, ബ്ലാക്ക് ആൻഡ് ഡെക്കർ, ബ്ലൂ സ്റ്റാർ, ഓണിഡ, അക്കായ്, ഹിറ്റാച്ചി തുടങ്ങിയ ബ്രാൻഡുകളുടെയും എയർ കണ്ടീഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ പഴയ AC കുറിച്ച് ഇനി ടെൻഷനേ വേണ്ട. അത് പഴയതിലും മികവിൽ ഫ്രീസിംഗ് പോയിന്റ് പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ് നൽകുന്നു. ഇനി ചൂടിൽ നിന്നും അൺലിമിറ്റഡ് മോചനം. നിങ്ങളുടെ ACകൾ ഏതുമായിക്കൊള്ളട്ടെ, മികച്ച സർവീസിനായി വിളിക്കൂ ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. Hello, I am Sanjana. I am studying in 10th grade. Before joining SMA Abacus, I was not confident in maths, but after joining, I became confident. I began to achieve good marks in maths. Also, I joined in Vedic Maths. It also helped me to calculate equations very quickly.
and achieve good marks. I am very confident now in mathematics. Thank you so much for SMA Abacus for making me so courageous and confident in math and also science. You have made us proud, Aryan. SMA Abacus practice helped me concentrate, focus, and calculate fast. Do you want to be a winner? Join SMA Abacus for a lifetime of advantages. SMA Abacus, Jyoti Suprabasar Todupuzha. Phone 9447421594. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയൊക്കെ വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. അപ്പൊ ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. നമ്മുടെ കുട്ടികളെ നിർഭയരായി നീന്തൽ പരിശീലിപ്പിക്കുന്നതിനായി ഈ അവധിക്കാലത്തെ കുറച്ചു സമയം മാറ്റിവെക്കൂ. ഉന്നത നിലവാരത്തോടു കൂടി വണ്ടമറ്റം അക്വാട്ടിക് സെന്റർ ഒരുക്കിയിരിക്കുന്നു വിവിധ പ്രായക്കാർക്കായി 2 സ്വിമ്മിംഗ് പൂളുകൾ. 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രത്യേക സ്വിമ്മിംഗ് പൂളും പരിശീലനം. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ബാച്ചുകൾ. നീന്തൽ പഠിപ്പിക്കൂ, ജീവൻ രക്ഷിക്കൂ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks. കണ്ണൂർ ജില്ലയിൽ കിണർ പണിക്കിടെ സൂര്യാഘാതമേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാർ 37 മരിച്ചത്. കഴിഞ്ഞ ദിവസം കിണർ നിർമ്മാണത്തിനിടെ ശാരീരിക അവശത അനുഭവപ്പെടുകയായിരുന്നു. വീടിന് പരിസരത്തെ കിണർ നിർമ്മാണത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യാഘാതം ഏറ്റത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അബദ്ധത്തിൽ കലത്തിൽ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായി ഫയർഫോഴ്സ്. കളിക്കുന്നതിനിടെ മൺകലത്തിൽ കുടുങ്ങിയ മൂർക്കനാട് സ്വദേശി സാബിദിന്റെ മകൻ യഹാൻ ആദത്തെ മലപ്പുറം തിരുവാലി ഫയർഫോഴ്സ് രക്ഷിക്കുകയായിരുന്നു. കലം മുറിച്ചു മാറ്റിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അടിക്കാൻ കട്ട് ചെയ്ത് വലിച്ചു ചെമ്പ് വലിച്ചു
ഒരു പീസും കൂടി നമ്മുടെ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ അടിക്കാൻ പോയിക്കോട്ടെ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അങ്ങനെ മതിയോ? വെള്ളം മതി, വെള്ളം മതി. അടിപൊളി. ഈ സൈഡ് അംഗനവാടി പോലോ ലാസ്റ്റ് സീറ്റ് എന്താ പറ്റിയോ? കോതമംഗലം വട്ടക്കുടി ഫാമിലി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് യാത്രാ സമ്മേളനം ദുആ മലിസും പാരപ്പെട്ടിയിൽ നടന്നു. ഇഞ്ചൂർ മുഹൈദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അസം ഫൈസലി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക പഠന ക്ലാസിന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി NP ഷാജഹാൻ നേതൃത്വം നൽകി. വട്ടക്കുടി ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് PS നജീബ് അധ്യക്ഷത വഹിച്ചു. വട്ടക്കുടി ഫാമിലി യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്കുള്ള ദുആ സമ്മേളനവും യാത്രയപ്പും പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്കിന്റെ വാരപ്പെട്ടി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇഞ്ചൂർ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അസ്ലം ഫൈസി ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമായ കാഴ്വയുടെ കില്ല പിടിക്കാനും അതിന്റെ വരാതയിലിരുന്നുകൊണ്ട് അതിന്റെ സാരത്തിരുന്ന് വിജൃംഭണ ഹൃദയത്തോടുകൂടി ദുആ ചെയ്യാനും ഒരു കണ്ണിറക്ക് കാണാനുമെല്ലാം തൗഫീഖ് നൽകണേ എന്ന് ആത്മാർത്ഥമായ എല്ലാ വക്തത്തോട് ദുആ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ അതിനകത്ത് ദുആ ചെയ്യണം മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സാങ്കേതിക പഠന ക്ലാസ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി NP ഷാജഹാൻ നൽകി. വട്ടക്കുടി ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് PS നജീബ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി മുഹമ്മദ് അലി വട്ടക്കുടി, കബീർ പുതുക്കാട്, സെൻട്രൽ മസ്ജിദ് ഇമാം ഷിഹാബ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ സെന്റ് മേരീസ് ചാക്കോവയ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ 25, 26 തീയതികളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകുന്നേരം 6:30 സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ കുർബാന, 10:30 ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ടൗൺ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് ആശീർവാദം, നേർച്ച സത്യ, ലേലം, പെരുന്നാൾ കൊടിയിറക്ക് എന്നിവയാണ് ചടങ്ങുകൾ. തോപ്പിൽ വിജുവാണ് പെരുന്നാൾ ഏറ്റുകഴിക്കുന്നത്. 7 വിവിധ ഗ്രൂപ്പുകളുടെ ചെണ്ടമേളം, 2 ഗ്രൂപ്പുകളുടെ നാസിക് ദോൾ എന്നിവ ഉണ്ടായിരിക്കും. തിരുവനന്തപുരം ഹെവൻലി വോയിസ് ബാൻഡ് ഗ്രൂപ്പ്, മുട്ടം പറവ നാസിക് ദോൾ, കുമാരമംഗലം വില്ലൻസ് നാസിക് ദോൾ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. തിരുനാൾ പ്രോഗ്രാം തത്സമയം സംപ്രേഷണവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോലാനിയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് കെയർ ആയുർവേദിക് ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിൽ മോഷണവും മോഷണശ്രമവും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് വ്യാപാരികൾ. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്താൻ തീരുമാനമായി. ആചാരം മാത്രമായി വെടിക്കെട്ടില്ലാതെ പൂരം നടത്താമെന്ന സർക്കാർ നിർദ്ദേശത്തെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തുള്ള ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സമുച്ചയത്തിൽ ഗസ്റ്റ് ഹൌസ് പഠനവും ഗവേഷണ കേന്ദ്രവും ഉദ്ഘാടനവും ചെയ്തു. ഗസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമനും നിർവഹിച്ചു. കോഴിക്കോട് പെരുന്നാളിനോടനുബന്ധിച്ച് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തപ്റ്റിൽ പൊന്തിപ്പിക്കൽ കുർബാന അർപ്പിച്ച് വജ്ര സന്ദേശം നൽകി. തുടർന്ന് മങ്ങാട്ടുകവല കപ്പേളയിലേക്ക് പ്രദക്ഷിണവും സമാപന ആശീർവാദവും നേർച്ചയും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.